guys, welcome to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനൊരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. സോ ഐ ഹോപ്പ് ഇതിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഇസ് സംതിങ് റിലേറ്റഡ് ടു മൈ ഓഫീസിലുള്ള ഒരു ഓണം സെലിബ്രേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ ഫോർ മീ ബിക്കോസ് ഇറ്റ് ഇസ് വെരി സ്പെഷ്യൽ ബിക്കോസ് ഓഫ് ദ പീപ്പിൾ. ആൻഡ് കാരണമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ മോസ്റ്റ് പ്രോബബ്ലി എൻ്റെ ഓഫീസിലെ ലാസ്റ്റത്തെ ഓണമാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് വെരി സ്പെഷ്യൽ എന്ന് ഞാൻ കൂടെ പറഞ്ഞത് കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് മൈ വീഡിയോ. സോ ഗൈസ്, ഞാൻ ഓൾമോസ്റ്റ് എത്താനായി ബസ് കയറുന്ന സ്ഥലത്ത്. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. കാരണം എന്നും നമുക്ക് മെമ്മറീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സ്പെഷ്യൽ അല്ലേ. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് എടുത്ത് നോക്കാനും ഒന്ന് ലൈക്ക് ഓക്കെ ദിസ് വാസ് അല്ലെങ്കിൽ ദിസ് ഇസ് ഹൗ ഐ വാസ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാനും കിട്ടുന്നൊരു പ്രഷ്യസ് തിങ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ദിസ് മെമ്മറി വിൽ ബി ഓൾവേസ് ചെറിഷ്ഡ്. ആൻഡ് ദിസ് ഇസ് എൻ ഓണം വിത്ത് സാന്റാ മോണിക്ക പീപ്പിൾ. യെസ്, അങ്ങനെ തന്നെ പറയാം. യാ, വായി തുറക്കല്ലേ. മൈ ഗോഡ്, ഇതിൽ ഏത് സൈഡിൽ നോക്കിയാലാണ് ഗൈസ് നിങ്ങൾക്ക് മീന ജാസ്മിൻ ആയിട്ട് തോന്നുന്നത്. പട്ടി. ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ദ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇസ് അശ്വതി. ഒന്നും കൂടെ നോക്കിക്കേ. ഓക്കെ ഫൈൻ. സോ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവരും കാണാൻ പറ്റും എൻ്റെ ഓഫീസിൽ. സോ അശ്വതി ചേച്ചി ഈസ് അവർ പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ക്യാമറയിൽ വരുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ എല്ലാവരും പണിയെടുക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പൂ മേടിക്കാൻ പോകുന്നത് ഞാനും, പൂ വാങ്ങാനായിട്ട് നടക്കുന്നത് ഞാനും മെൽബി സക്രിയും. അങ്ങനെ ഒരുപാട് പൂക്കളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര മിനിമലായിട്ട് വളരെ ചെറിയ രീതിക്കാണ് നമ്മൾ അത്തം പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ ഓണം ആഘോഷമാണെങ്കിൽ ഭയങ്കര ചെറിയ രീതിക്കാണ് കേട്ടോ. പിന്നെ ലിഫ്റ്റ് കയറി ഞങ്ങളുടെ സ്ഥിരം പ്രഹസനമാണ് ഗൈസ് ഇതൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓഫീസിലെത്തി. പിന്നെ നമ്മൾ കുറേ മുല്ലപ്പൂവൊക്കെ എല്ലാവർക്കും മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൂവൊക്കെ എല്ലാവർക്കും വെച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരിക്കും നല്ല ഭംഗിയുണ്ട്. ഞാൻ അങ്ങനെ പൂ ഓവറായിട്ട് വെച്ച് നടക്കാൻ ഇഷ്ടമുള്ള ഒരാളൊന്നുമല്ല. എന്തെങ്കിലും ഇതുപോലെ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോൾ ലൈക്ക് ഫോർ മാരേജ് ഫംഗ്ഷൻ ഓർ ലൈക്ക് എനി കൈൻഡ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോഴാണ് മോസ്റ്റ്ലി ഞാൻ മുല്ലപ്പൂവൊക്കെ വെക്കാറുള്ളത്. സോ കുഴപ്പമില്ല, രസം എനിക്ക് തന്നെ ഇഷ്ടം തോന്നി ഗൈസ്. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം വി വർ ലൈക്ക് പ്ലാനിങ് ടു കണ്ടക്ട് എ സ്മോൾ ഗെയിം. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻസൊക്കെയാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം ലൈക്ക് നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആക്ച്വലി അന്ന് പ്രത്യേകിച്ച് എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു പണിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇവരെ വീഡിയോസൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ എല്ലാവരും നടക്കുമായിരുന്നു. പക്ഷേ അവർക്ക് എല്ലാവർക്കും വർക്ക് ഉണ്ടായിരുന്നു. സോ ഇൻ ബിറ്റ്വീൻ വർക്കിൻ്റെ സമയത്താണ് അവരെല്ലാവരും നമ്മളെ കൂടാനൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഞാനും എൽബി ചേച്ചി പിന്നെ അശ്വതി ചേച്ചിയൊക്കെ വന്ന് ജോയിൻ ചെയ്ത് നമ്മൾ കത്തപ്പൂ ഇടാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വളരെ ചെറിയ രീതിക്ക് എത്രത്തോളം ചെറിയ രീതിക്ക് ആക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ ചെറിയ രീതിക്ക് ആക്കിയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളൊരു 12:30 ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് പോകണമായിരുന്നു. സോ ഇങ്ങനെയാണ് നമ്മൾ ലൈക്ക് അത്തം ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇൻ ബിറ്റ്വീൻ നടുക്ക് നമ്മൾ SM എന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. സോ ഇത് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനുശേഷം വി വെർ ലൈക്ക് ടേക്കിംഗ് ഫോട്ടോസ് ഇൻ ഫ്രണ്ട് ഓഫ് ഫ്ലവർ കാർപ്പറ്റ്സ്. സോ ഗൈസ്, ഞങ്ങളുടെ സുന്ദരി ഇതാട്ടോ. അപ്പോൾ ഞങ്ങൾ സുന്ദരിക്ക് പൊട്ട് തൊടാൻ പോവാണ്. ആൻഡ് ആനയ്ക്ക് വാല് വയ്ക്കാൻ ആനയ്ക്ക് ഓൾറെഡി നമുക്ക് വാലുണ്ട്. പക്ഷെ നമ്മൾ അതും ചെയ്യുന്നതായിരിക്കും. യെസ്, അവിടെ തന്നെ യെസ്, അത് കറക്റ്റാ. യെസ്, കാണൂല്ലോ. യെസ് ജെൻസി ചേച്ചി, അതാ അളവ്. യെസ് ചേച്ചി, ആളെ തന്നെ വരക്കി. സോ ഗൈസ്, നമ്മളിതാ ഫുഡ് കഴിക്കാൻ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്.
ആൻഡ് ഒരു 12:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങി ഗൈസ്. സോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോളിഡേയ്സ് കൽപ്പറ്റ ഹോളിഡേയ്സ് റെസ്റ്റോറൻ്റ് ആണ്. ഇറ്റ് വാസ് വർത്ത് ആക്ച്വലി ഐ വുഡ് സേ ബിക്കോസ് ദ ഫുഡ് ദേ സെർവ്ഡ് ആൻഡ് ദ സർവീസ് ഓൾസോ വാസ് സോ ഗുഡ്. ഭയങ്കര നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. ഐ നെവർ എക്സ്പെക്റ്റഡ് ദറ്റ് ബോളി ആൻഡ് പായസം ആൻഡ് ഓൾസോ ഫൈനലി അതും കൂടെ കിട്ടിയപ്പോഴത്തേക്കും ലൈക്ക് എൻ്റെ ഉള്ളിൽ മറ്റേ ബൾബ് കത്തി. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതും ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്. ആൻഡ് നമ്മൾ പിന്നെ അതിന് ശേഷം ഫോട്ടോസൊക്കെ ഹലോ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പൂള് കാണാൻ പോവുകയാണ്. പൂൾ മറ്റേ പ്രമോഷൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളിവിടെ സെലിബ്രിറ്റീസ് ആയി. ചേച്ചി യെസ്. സോ എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങളിവിടെ വരിക്കിരിക്കുന്നുണ്ട്. നമ്മൾ എന്തോ ഒരു നെയ് പായസം അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ആർ ഗോയിങ് ടു ട്രൈ ദാറ്റ്. കഴിച്ചിട്ട് വീട്ടിലെത്തുമെന്നുള്ളത് അറിയില്ല ഗൈസ്. എത്തും. പക്ഷെ വി ആർ വെരി മച്ച് എക്സൈറ്റഡ് അല്ലേ? വി ആർ വെരി മച്ച് എക്സൈറ്റഡ്. യെസ്, പ്രതീക്ഷിക്കാണ്ട്. നോട്ട് ഫോട്ടോ പ്ലീസ്, ഫോർ ഇറ്റ്സ് വീഡിയോ. ഒപ്പീനിയൻ പറയണേ. Is it worth? ഫുഡ് കഴിച്ച് അതിന്റെ പുറത്ത് 2 പായസം കുടിച്ച് ഞാൻ മിക്കവാറും പഴയത്തിരിയിൽ ഇറങ്ങാണ്ട് കോഴിക്കോട് അപ്പൊ അതാണ് ഗൈസ് ഇവരുടെ ഓണസ്റ്റ് റിവ്യൂ. പക്ഷെ ഇറ്റ് വാസ് സൂപ്പർ. സോ ഗൈസ് ഞാൻ ഞെട്ടിയ സംഭവം ഇതാണ്. ഇത് കണ്ടിട്ടാണ്. ഇത് ജസ് ലൈക്ക് ഡ്രീം കേക്ക്. ആക്ച്വലി ദിസ് ഇസ് നോൺ ആസ് ലൈക്ക് തിരുവാതിര ഡ്രീം കേക്ക് വിച്ച് ഐ വാസ് വെരി സർപ്രൈസ്ഡ് ബിക്കോസ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സാധനമൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇത് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും ലിറ്ററലി ഐ തോട്ട് ഇറ്റ് വുഡ് ബി ലൈക്ക് ഭയങ്കര സ്വീറ്റ് ആയിരിക്കുന്നു. ബട്ട് അല്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഉള്ളിൽ അടിയിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു ലെയർ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഈ 2 ടൈപ്പ് ഓഫ് പായസം ലൈക്ക് കടും പായസം ഒരു നെയ് പായസം ആൻഡ് ദ വൺ ഇസ് ലൈക്ക് പാലട പായസം. ആൻഡ് ദെൻ അതിന് മുകളിൽ കുറേ ഉപ്പേരി, ഐ മീൻ ശർക്കര വരട്ടിയതും ചിപ്സൊക്കെ. സോ ഇറ്റ് വാസ് ടോട്ടലി വർത്ത് ആക്ച്വലി. നല്ലതായിരുന്നു. സോ ഇഫ് യു ആർ ഗോയിങ് ദർ പ്ലീസ് ഗോ ആൻഡ് ട്രൈ ഔട്ട്. സോ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഓണം സെലിബ്രേഷൻ. സോ ഇതിന് ശേഷം നമ്മളെല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞു ഇറങ്ങി. ഇറ്റ് വാസ് ടു ടയറിങ്.